ബ്രിട്ടാനിയ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു കപ്പ് ചായയും ബിസ്ക്കറ്റും മനസ്സിലേക്ക് ഓടിയെത്താറില്ലേ? ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് മുൻപ് ബ്രിട്ടീഷുകാർ സ്ഥാപിച്ച ബ്രിട്ടാനിയ 1892 കൊൽക്കത്തയിൽ ഒരു ചെറിയ കടയിൽ നിന്ന് വെറും 295 രൂപ മുതൽ മുടക്കിലാണ് ആരംഭിച്ചത്. ഇന്ന് 60-ലധികം രാജ്യങ്ങളിലായി ജൈത്രയാത്ര തുടരുകയാണ്. ആദ്യകാലങ്ങളിൽ വീടുകളിലാണ് ബിസ്ക്കറ്റ് തയ്യാറാക്കിയിരുന്നത്. 1910 ആയപ്പോഴേക്കും ഇലക്ട്രിക് യന്ത്രങ്ങളുടെ സഹായത്തോടെ കമ്പനി അതിന്റെ ഉൽപാദന ശേഷി ഇരട്ടിയാക്കി. 1921 വ്യാവസായിക ഗ്യാസ് ഓവനുകൾ ഇറക്കുമതി ചെയ്തു. 1924 ആയപ്പോഴേക്കും മുംബൈയിൽ ഒരു വലിയ പ്ലാന്റ് സ്ഥാപിക്കപ്പെട്ടു. ബ്രിട്ടാനിയയുടെ ജനപ്രീതി അപ്പോൾ തന്നെ വർദ്ധിച്ചിരുന്നു എന്നത് ശ്രദ്ധേയം. പ്രത്യേകിച്ചും രണ്ടാം ലോക മഹായുദ്ധകാലത്ത് അതിന്റെ ബിസ്ക്കറ്റുകൾക്ക് ഇന്ത്യൻ സൈനികർക്കും സഖ്യകക്ഷികൾക്കും വലിയ ഡിമാൻഡ് ഉണ്ടാക്കി. കമ്പനി അപ്പോൾ കൂടുതൽ ഉയരങ്ങളിലേക്ക് നയിച്ചു. ബ്രിട്ടാനിയ അതിന്റെ ഉൽപ്പന്നങ്ങളിൽ കൂടുതൽ മാറ്റങ്ങളും കൊണ്ടുവന്നു. 1955 ഇപ്പോൾ പ്രശസ്തമായിട്ടുള്ള ബർബൺ ബിസ്ക്കറ്റുകളും 1963 ബ്രിട്ടാനിയ കേക്കും പുറത്തിറക്കി. 1979 ഒക്ടോബർ 3 കമ്പനി ഔദ്യോഗികമായി ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് എന്ന് പുനർനാമകരണം ചെയ്തു. പാൽ ഉൽപ്പന്നങ്ങൾ ഉൾപ്പെടെയുള്ള മറ്റ് ഉൽപ്പന്ന വിഭാഗങ്ങളിലേക്ക് ബ്രിട്ടാനിയ വളർന്നെങ്കിലും അതിന്റെ വരുമാനത്തിന്റെ 80% ഇപ്പോഴും ബിസ്ക്കറ്റ് വിൽപ്പനയിൽ നിന്നാണ്. നിലവിൽ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിന് 1.29 ലക്ഷം കോടി രൂപയുടെ വിപണി മൂലധനമുണ്ട്. അതിന് നേതൃത്വം നൽകുന്നത് നുസ്ലി വാഡിയയാണ്. സമീപകാലത്ത് കൊൽക്കത്തയിലെ ബിസ്ക്കറ്റ് പ്ലാന്റ് അടച്ചുപൂട്ടുന്നതായി ബ്രിട്ടാനിയ പ്രഖ്യാപിച്ചിരുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച ഓഹരികൾ 1% ഉയർന്ന് 5370 രൂപയിലെത്തിയതോടെ കമ്പനിയുടെ ഓഹരികൾ ശക്തമായി തുടരുന്നുണ്ട്. ഈ നിക്ഷേപ പദ്ധതികൾ സ്ത്രീകൾക്കും സുരക്ഷിതമായ നിക്ഷേപത്തോടൊപ്പം മികച്ച വരുമാനവും നൽകുന്നുണ്ട്. വെറും 295 രൂപ മുതൽ മുടക്കിൽ ഒരു ചെറിയ കടയിൽ നിന്ന് ലോകോത്തര ബ്രാൻഡായി മാറിയ ബ്രിട്ടാനിയയുടെ യാത്ര പൊരുത്തപ്പെടലിന്റെയും വിജയത്തിന്റെയും ഉദാഹരണമാണ്.